മെയ് 10 ഇന്ത്യ പാകിസ്ഥാൻ്റെ 11 വ്യോമത്താവളങ്ങളാണ് ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാൻ സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ എന്നും അറിയാനായി സാധിക്കുന്നു. ഇന്ത്യയുടെ ഒരു മിസൈൽ പോലും പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലഫ്റ്റനന്റ് ജനറൽ KJS ധില്ലൻ്റെ, അതായത് റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറലാണ്, അദ്ദേഹം പറഞ്ഞു. മെയ് 10 ഇന്ത്യ 11 വ്യോമ താവളങ്ങൾ ആക്രമിച്ചപ്പോൾ നമ്മുടെ ഒരു മിസൈൽ പോലും പാകിസ്ഥാൻ വ്യോമ പ്രതിരോധത്തിന് തടയാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു വിമാനത്തിനും പറന്ന് നമ്മുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ പോലും സാധിച്ചില്ല. അതാണ് വിജയം എന്നാണ് ഇപ്പോൾ ധില്ലൻ പറയുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ ആയുധങ്ങളെ തടയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഇതോടെ മെയ് 10 വൈകുന്നേരം 3:35 ഇന്ത്യയുടെ DGMOയെ ബന്ധപ്പെട്ട അവരുടെ DGMO വെടിനിർത്തലിനായി അപേക്ഷിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടിന് വിരുദ്ധമായി പാകിസ്ഥാൻ, US, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ കാല് പിടിക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നുമാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അതായത് ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി പാകിസ്ഥാൻ സൗദിയുടെയും US-ൻ്റെയും സഹായം തേടി എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. പാകിസ്ഥാൻ DGMO നമ്മുടെ DGMOയെ വിളിച്ച അക്ഷരാർത്ഥത്തിൽ വെടിനിർത്തലിനായി യാചിച്ചു എന്നാണ് ഇദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ധില്ലൻ പറയുന്നത്. അതാണ് നമ്മുടെ വിജയം. അവർ US-ലേക്കും സൗദി അറേബ്യയിലേക്കും മധ്യസ്ഥതയും വെടിനിർത്തലും ആവശ്യപ്പെട്ട് ഓടി. അതാണ് ഇന്ത്യയുടെ വിജയം. ഇതായിരിക്കണം ഇന്ത്യ എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.